അതിലേക്ക് നമ്മുടെ മൈനോറിറ്റി റൈറ്റ്സ് എന്ന് പറയാൻ പോലും ഒരു സ്പേസ് ഇല്ലാത്ത വിധത്തിൽ വിദ്യാഭ്യാസ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു കൊടുങ്കാറ്റാണ്. വളരെയേറെ പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഭയാനകമായിട്ടുള്ളത് നമ്മുടെ മയക്കുമരുന്ന് തന്നെയാണ്. ബൗദ്ധികമായ തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പില്ലാത്തവരെ പോലെ നമ്മുടെ തലമുറകളെ മാറ്റിക്കളയുക. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചും ഗൗരവകരമായിട്ട് ചിന്തിക്കണം. കൊമേഴ്സ്യലൈസേഷൻ, a kind of a communism and a kind of a monopoly in the field of education എല്ലാം പിടിച്ചടക്കി വലിയ പദ്ധതികളുടെ പേരിൽ നമ്മളുടെ റിസോഴ്സസ് എല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ പിടിച്ചടക്കിക്കൊണ്ട് അവിടെ നമ്മളുടെ രാജ്യത്തിന്റെ ഭദ്രമായ വിദ്യാഭ്യാസ പദ്ധതിക്ക് പൊട്ടം വരുന്നു എന്നുള്ള രീതിയിലാണ്. അതിൽ അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ NEP അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴും ഒരിടത്തും അഡ്മിഷൻ കിട്ടാത്ത പാവപ്പെട്ട ഒരുപാട് കുട്ടികൾ ഈ രാജ്യത്തുണ്ടാകും. പാവപ്പെട്ടവര് കൂടുതൽ പാവപ്പെട്ടവരായിട്ട് നിൽക്കേണ്ടി വരും. നമുക്ക് ഏത് സാധാരണക്കാരനും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനും ഒരു ബെഞ്ചിൽ വന്നിരുന്ന് പഠിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യവും അടുപ്പവും നമുക്കുണ്ടായിരുന്നു. അവിടെ കമ്മ്യൂണിസ്റ്റുകാരനാണോ കോൺഗ്രസ്സുകാരനാണോ ഈ വേർതിരിവുകളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിലേക്ക് നമ്മുടെ മൈനോറിറ്റി റൈറ്റ്സ് എന്ന് പറയാൻ പോലും ഒരു സ്പേസ് ഇല്ലാത്ത വിധത്തിൽ വിദ്യാഭ്യാസ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള നമുക്കത് ചെറുത്തു നിൽക്കാൻ നിവൃത്തിയില്ല. അത് വലിയൊരു കൊടുങ്കാറ്റാണ്. അവിടെ നമ്മളൊരു കടലാശയെ ഉയർത്തിപ്പിടിച്ച് നിന്നുകൊണ്ടൊന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. പക്ഷേ നമുക്ക് നമ്മുടെ രാജ്യത്തുള്ള സാധാരണക്കാരുടെ പ്രയാസങ്ങള് പ്രതിസന്ധികള് ഒക്കെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഗൗരവതരമായ കാഴ്ചപ്പാടുകളും നിലപാടുകളും നമുക്ക് വേണം. നമുക്ക് ഈ നാടുകളിൽ വളരെയേറെ നമുക്കതിനകത്തൊന്നും ചെയ്യാൻ പറ്റുകയില്ലായിരിക്കും. ഏറെ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ആശാ വർക്കേഴ്സിന്റെ കാര്യം. പാവപ്പെട്ട സ്ത്രീകള് അവര് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആശാ വർക്കേഴ്സ് വളരെ മാനസികോടുകൂടി അവർ ജോലി ചെയ്യുന്നവരാണ്. അവിടെ നമ്മുടെ മിഷണറിമാര് 15,000 എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഈ നമ്പറായിരുന്നു. 26,000-ലധികം ആശാ വർക്കേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട്. ഒരു കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ബന്ധപ്പെട്ടതാണ്. അവർക്ക് ഫോർമലായിട്ടുള്ള റെക്കഗ്നീഷൻ വേണമെന്നാണ് ഇവർ പറയുന്നത്. സാലറി 7,000-ൽ നിന്ന് 21 വരെ ആക്കണം. റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് വേണം. ഫ്ലെക്സിബിലിറ്റി ഇൻ ദ റിട്ടയർമെന്റ് ഏജ്, എപ്പോഴാണ് അവർ ജോലി സ്റ്റോപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മനുഷ്യമായിട്ടുള്ളവർ പറയുന്നുണ്ട്. അവര് ആ സ്ത്രീകളുടെ ഏത് എക്സ്ട്രീം വരെയും അവർ പൊക്കോട്ടെ, നമ്മുടെ കാര്യത്തിൽ നമുക്കതൊന്നും ബാധകമല്ല എന്ന മട്ടില് സർക്കാരോ സഭയോ ഓഫീസേഴ്സോ ഒക്കെ പോകുന്നത് വാസ്തവത്തിൽ ഈ രാജ്യത്തിന് നല്ലതാണ്. അങ്ങനെയെല്ലാം സ്ത്രീകളുടെ മഹത്വം വളരെയേറെ നഷ്ടപ്പെടുത്തി കളയുന്ന കുറെ രീതികൾ കൂടെ ഈ കാലഘട്ടത്തിൽ വളരുന്നുണ്ട്. അതിന് നേരെ നമ്മൾ പൂർണ്ണമായിട്ട് കണ്ണടയ്ക്കരുതെന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുള്ളത്. അവരുടെ സ്വരം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കേണ്ടതാണ്. നമുക്ക് പെട്ടെന്ന് ഉത്തരം ഇല്ലതാണ്, പരിഹാരം എന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും അത്തരം സ്വരങ്ങളും നമ്മൾ കേൾക്കുമ്പോഴാണ് നമ്മൾ സഭയുടെ നല്ല അന്മായക്കാരായിട്ട് രൂപപ്പെടുന്നതും വളരുന്നതുമെല്ലാം.